ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എജ് ഓൺ ടെക്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ഇൻഫോർമേറ്റീവായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമ്മുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ എളുപ്പത്തിൽ നമ്മുടെ വാട്സപ്പ് കണക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി പോസ്റ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക്. പി സിയിൽ വാട്സപ്പ് വെബ് ഓപ്പൺ ആക്കാനായി ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ ഓപ്പൺ ആക്കുക. ക്രോമോ, മോസില ഫയർഫോക്സ്. ഞാൻ ഇവിടെ ജസ്റ്റ് മോസില ഫയർഫോക്സ് ഓപ്പൺ ആക്കുന്നു. മോസില ഫയർഫോക്സിൽ web.whatsapp.com എന്ന് സെർച്ച് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നതാണ്. അത് ഓപ്പണായി വരുന്നുണ്ട്. ഈ കാണുന്ന QR കോഡ് നിങ്ങളുടെ മൊബൈലിൽ സ്കാൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനായി മൊബൈലിൽ വാട്സപ്പ് ഓൺ ആക്കുക. വാട്സപ്പിൽ ഈ കാണുന്ന ത്രീ ഡോട്ട്സ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വാട്സപ്പ് വെബ് എന്ന ഓപ്ഷൻ തുറക്കുക. അതിൽ നമ്മൾ QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക. ഞാൻ എൻ്റെ QR കോഡ് സ്കാൻ ചെയ്തു. ഇപ്പോൾ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ അയച്ച മീഡിയാസും എല്ലാതും ഇതിൽ അവൈലബിൾ ആണ്. ഞാൻ ഫോണിൽ അയച്ചിട്ടുള്ള മീഡിയാസ് എല്ലാതും പി സിയിൽ ഓപ്പണായി വന്നിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും പി സിയിൽ സേവ് ആയിട്ടുണ്ടാകുകയില്ല. അത് സേവ് ആക്കാനായി നിരവധി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിനായി ഇവിടെ 3 ഡോട്ട്സ് കാണുന്നുണ്ട്. മെനു എന്നാണ് ഓപ്ഷൻ. മെനുവിൽ ഞെക്കി സെലക്ട് മെസ്സേജ് കൊടുത്ത് ഇതൊക്കെ നിങ്ങൾക്ക് പി സിയിലേക്ക് സേവ് ആക്കുന്നതാണ്. അതിനായി ജസ്റ്റ് ഒന്ന് അത് സെലക്ട് ചെയ്ത് ഇവിടെ ഡൗൺലോഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യണമെന്ന് ചോദിക്കും. അതിൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡിവൈസിലേക്ക് ഈ ഫോട്ടോസൊക്കെ സേവ് ആയിട്ടുണ്ട്. അങ്ങനെ വയർലെസ് ആയിട്ട് നിങ്ങളുടെ പി സിയിലേക്ക് മീഡിയാസ് സെൻഡ് ചെയ്യാവുന്നതും അതിൽ നിന്ന് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാവുന്നതുമാണ്. മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാനായി ഇവിടെ ടൈപ്പ് മെസ്സേജ് ഉണ്ട്. മെസ്സേജ് ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ മീഡിയാസ് ആണെങ്കിൽ ഇവിടെ അറ്റാച്ച് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അറ്റാച്ചിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഫോട്ടോസ്, വീഡിയോസ് എന്നത് ഈ ലേബിൾ ഉപയോഗിച്ചും ലൈവായിട്ടുള്ള ഫോട്ടോസ് എടുക്കുവാനായി ക്യാമറ ഉപയോഗിക്കാം. ഡോക്യുമെൻറ്റ്സ് യൂസ് ചെയ്യാം. നിങ്ങളുടെ കോൺടാക്റ്റ് സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു റൂം ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻസും ഉണ്ട്. മൊബൈലിനേക്കാൾ ഫീച്ചേഴ്സ് ഡെസ്ക്ടോപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇതുപോലെ ധാരാളം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് മുഹമ്മദ് അഫ്സൽ സൈനിങ് ഔട്ട്. ബൈ. ഹാവ് എ നൈസ് ഡേ.